ഹായ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കാരുണ്യം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഉമ്മമാരുടെ കാരുണ്യം, അമ്മമാരുടെ കാരുണ്യം, അമ്മമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ അവരുടെ ഹൃദയത്തിന് കൊടുത്തിരിക്കുന്ന വിശാലമായ കരുണയെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യത്തിനെക്കുറിച്ച് അല്പം ആലോചിച്ച് പറയുകയാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങളും ചിന്തിച്ച് നോക്കൂ. നമ്മൾ 7 മഹാത്ഭുതങ്ങളെക്കുറിച്ച്, ലോകാത്ഭുതങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. വളരെ ആശ്ചര്യത്തോടു കൂടി, വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് 7 വലിയ അത്ഭുതങ്ങൾ, ലോകാത്ഭുതങ്ങളുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ 7 മഹാത്ഭുതങ്ങളെക്കാളും വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉമ്മമാരും അമ്മമാരും ഒക്കെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് എത്ര ത്യാഗം സഹിച്ചിട്ടാണ്. 9 മാസത്തോളം സ്വന്തം വയറ്റിൻ്റെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടന്നു. അതിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട്, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, എന്തെല്ലാം ത്യാഗം ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ അവർ വളർത്തിയെടുക്കുന്നത്, വയറ്റിൽ സൂക്ഷിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൂട്ടുകാർക്ക് ഇത് അനുഭവം ഉണ്ടാവും. നമ്മുടെ ചെവിക്കകത്ത് ഈച്ച അല്ലെങ്കിൽ വണ്ട് ഇതുപോലുള്ള ചെറിയ പ്രാണികൾ കയറിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളെല്ലാം വളരെ അസ്വസ്ഥരാകും, സ്വാഭാവികമായിട്ടും അസ്വസ്ഥരാകും. ഈ വണ്ടിനെ അല്ലെങ്കിൽ ഈ പ്രാണിയെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അത് വെള്ളം ഒഴിച്ചിട്ടായിരുന്നാലും, എണ്ണ പോലത്തുള്ള എന്തെങ്കിലും ഒഴിച്ചിട്ടായിരുന്നാലും, കമ്പിട്ട് കുത്തിയിട്ടായിരുന്നാലും എങ്ങനെയെങ്കിലും അതിനെ പുറത്തെടുക്കാൻ വേണ്ടി നോക്കും. കാരണം അസഹ്യമായ വേദനയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഇനി അതിനെ നമ്മൾ പുറത്തെടുത്തെന്ന് വിചാരിക്കുക. അത് പുറത്തെടുക്കുമ്പോൾ തന്നെ ആ പാവപ്പെട്ട പ്രാണി, ആ ജീവി ചത്തുപോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ കലി അടങ്ങാതെ നമ്മളതിനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഞെരിക്കും, അല്ലേ? എന്നെ ഇത്രയും നേരം കഷ്ടപ്പെടുത്തിയ സാധനമാണ് ഇരിക്കുന്നത്, അപ്പോൾ അതിനെ എങ്ങനെയിട്ട് ഞെരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യം ഞാനും ചെയ്തിട്ടുള്ളതാണ്. നമ്മളതിനെ ഞെരിച്ച് കൊല്ലും. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളൊക്കെ ഉമ്മമാരുടെ വയറ്റിൽ കുറേ കാലം സുഖമായിട്ട് കഴിഞ്ഞുകൂടിയവരാണ്. 9 മാസമോ അതിൽ കൂടുതലോ കുറവോ ഒക്കെ നമ്മൾ ഉമ്മമാരുടെ വയറ്റിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ ഉമ്മമാരും അമ്മമാരും ഒക്കെ വളരെ ത്യാഗം സഹിച്ചു, വളരെയധികം വേദനകൾ സഹിച്ചിട്ടാണ് നമ്മളെ സംരക്ഷിച്ചത്. എന്നിട്ട് അവസാനം നമ്മൾ പുറത്തു വരുന്ന അവസരത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. മരണവെപ്രാളത്തിന് അടുപ്പിച്ച വേദന ഉമ്മമാർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ മിടുക്കന്മാരും അല്ലെങ്കിൽ മിടുക്കികളും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ വണ്ടിൻ്റെ ഉദാഹരണം വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇത്രയും വേദന സഹിപ്പിച്ച, എന്നെ കൊല്ലാറാക്കിയ ഈ സാധനത്തിന് എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഈ വണ്ടിൻ്റെ അടുത്തുള്ള നിലപാടാണെങ്കിൽ എന്തു ചെയ്യും? പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിച്ചു. അവിടെയാണ് പടച്ചവൻ കാണിക്കുന്ന അത്ഭുതം. ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും കഠിനമായ വേദനയെ, വെറുപ്പിനെ, ഇതിനെ സെക്കൻഡുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മധുരമുള്ള സ്നേഹമായി, വാത്സല്യമായി, കരുണയുടെ വറ്റാത്ത ഉറവിടമാക്കി മാറ്റുക. ഒരു പ്രസവിച്ച സ്ത്രീ ആ പ്രസവം കഴിഞ്ഞ് ആദ്യമായിട്ട് നോർമലാകുമ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് ആരെയാണ്? സ്വന്തം വയറ്റിൽ നിന്ന് വന്ന ആ കൊച്ചു കുഞ്ഞിനെയാണ് അന്വേഷിക്കുന്നത്. എന്തിനാണ്? ഭാര്യയെടുത്ത് ഉമ്മ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും വേദന അനുഭവിച്ച ഈ കുഞ്ഞിനോട് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഉമ്മയുടെ മനസ്സിൽ വിശാലമായ കരുണയെ അല്ലാഹു തആല നൽകുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ ഉമ്മമാരുടെ മഹത്വം, അമ്മമാരുടെ മഹത്വം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ദുനിയാവിലെ, ഭൂമിയിലെ ജീവിതത്തിൽ നമ്മുടെ വെട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാർ തന്നെയാണ്.
നമ്മുടെ ഉമ്മമാർ തന്നെയാണ്. അവരുടെ ഓരോ പ്രാർത്ഥനകളും തീർച്ചയായിട്ടും പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായി തീരുന്നതാണ്. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനും അവരെ ബഹുമാനിക്കാനും അവരെ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാവേണ്ടതാണ്. ഇനി അഥവാ പലരുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയി 6 അടി മണ്ണിലാണുള്ളത്. അങ്ങനെയുള്ള മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, കരുണ ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഉമ്മമാരെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം, സേവനങ്ങൾ ചെയ്യണം. അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം. എല്ലാ നല്ല കാര്യങ്ങളിലും അവരെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ ആ നിലയിൽ അവരുടെ തൃപ്തി നേടിക്കഴിഞ്ഞാൽ പടച്ചവൻ്റെ കടാക്ഷം, കരുണ നമ്മളിലേക്ക് തിരിയും. അതുതന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാള ആശയം മാത്രം ഞാൻ പറയാം. പടച്ചവനെ, എന്നെ കുട്ടിക്കാലത്ത് ഏതുപോലെ കരുണയോടുകൂടി വാത്സല്യത്തോടുകൂടി സംരക്ഷിച്ചോ, അതുപോലെ അവരുടെ വാർദ്ധക്യകാലത്ത് അവരുടെ വയ്യായ്കയിൽ നീ നിൻ്റെ കരുണയുടെ ചിറക് അവരുടെ മേൽ വിരിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ പടച്ചവനോട് ഓരോ കാര്യങ്ങളും ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ദുആ ചെയ്യുന്നവരായി തീർന്നു. എന്നാൽ മാത്രമേ നമ്മുടെ ദുആക്കൾ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും കുറേ കാര്യങ്ങൾ വറ്റാത്ത ഒരു സംഭവമാണ് കരുണയെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. പറഞ്ഞു തീർക്കാൻ ഞാൻ അശക്തനാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.